ആദ്യമേ ഞാൻ എല്ലാവരോടും ഒരു സോറി ചോദിക്കാം കേട്ടോ. ഇന്ന് രാവിലെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മകൻ്റെ കൂടെ ഇന്നലെ പുറത്ത് പോയപ്പോൾ ലിഫ്റ്റിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവനക്കൊരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തപ്പം അവൻ അങ്ങ് മാറിയായിരുന്നു. സൈൻ ചെയ്തപ്പോൾ അവനക്കത് വീഡിയോ വരണ്ട സൈൻ ചെയ്തത് അങ്ങ് മാറിയായിരുന്നു. ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ല കേട്ടോ, അത് അത്ര വലിയ പ്രശ്നമാവും ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല. ഞാനൊരു നമ്മുടെ ഒരു കുഞ്ഞു കൊച്ച്, നമ്മുടെ ഒരു മകൻ്റെ ഒരു 3 വയസ്സുള്ള കൊച്ചാട്ടോ. ആ മകൻക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സത്യം പറയാലോ, നിങ്ങളൊന്നും ചിന്തിച്ചില്ല, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ് കുഞ്ഞു കൊച്ചരൊക്കെ തളിച്ച് മടിയെടുത്തിപ്പിച്ച് ചോറ് വയ്ക്കുന്ന ഒരു ഉമ്മ കൊടുക്കുന്ന, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ കൊച്ചിന് ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി കേട്ടോ. അപ്പം അത് ഇത്രയും വലിയ പ്രശ്നമാവും എനിക്ക് അറിയത്തില്ലായിരുന്നു. ദയവായിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എൻ്റെ DM വന്നിട്ട് നീ ആ ചെറുക്കൻ്റെ കൂടെ എത്ര വർഷം നീ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നീ എത്ര അതൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒന്നും ഒരിക്കലും എഴുതി വിടല്ലേ. കാരണം ഞാൻ എൻ്റെ നാടും വീടും എല്ലാം വിട്ടിട്ടാണ് ഞാൻ അന്ന് നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ വന്ന് ഒരു കൊച്ചിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ റൂൾസ് ഞാൻ കണ്ടിട്ടില്ല. അത് ഹരാസ് ആണോ എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ചില ആൾക്കാർ എൻ്റെ DM വന്നിട്ട് എന്തൊക്കെ എഴുതി വന്നത്, അത് ഏറ്റവും വലിയ ഹരാസ് തന്നെയാണ്. നിങ്ങൾക്ക് അത് എവിടെ തെറ്റ് തോന്നിയെങ്കിൽ എനിക്ക് ആ വീഡിയോ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ആക്കി. ഞാൻ അത്ര ചിന്തിക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്ത്. അപ്പം അത് എല്ലായിടത്ത് വരുന്ന എന്താ ഇന്ത്യൻസ്, കേരള മലയാളീസ് അങ്ങനെയാണ്. അപ്പം ഞാനോട് പറയട്ടെ, ഒരു പെണ്ണിന്റെ സ്ഥാനത്തിൽ ഒരു അമ്മയുടെ വാത്സല്യം കണ്ട് സ്വന്തം മകൻക്ക് ഒരു ഉമ്മ കൊടുക്കുന്നതാണ് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടു. ഞാൻ ആ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അവന്റെ അമ്മ ഡയറക്റ്റ് മുമ്പിൽ തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ അത് ചിന്തിച്ചിട്ടുമില്ല. എൻ്റെ മോൻ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ പണ്ടൊട്ട് എനിക്ക് പിള്ളേർ വലിയ ഇഷ്ടമായിരുന്നു. കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, എനിക്കറിയത്തില്ല. എൻ്റെ അവസ്ഥ വെച്ച് ഞാൻ എൻ്റെ സ്വന്തം കാര്യമാണ് പറയാട്ടോ. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അതൊരു കൊച്ചിക്ക് എൻ്റെ മകനെ ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ താലൂക്ക് അല്ലെങ്കിൽ വാസലിൽ ഞാൻ കൊടുക്കുക എന്ന് ഞാൻ ചിന്തിച്ച്. അത് അത്ര വലിയ ഒരു പ്രശ്നമാവോ ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ അത്ര നെഗറ്റീവ് വരുത്താനാണെങ്കിൽ വർത്തിപ്പിച്ചോ. പക്ഷെ ഒന്ന് ചിന്തിക്കാം, ഞാൻ എൻ്റെ സ്ഥാനത്ത് ഒരു അമ്മയുടെ സ്ഥാനം വെച്ചിട്ടാണ് ഞാൻ അവനക്ക് ആ ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി. പക്ഷെ DM വന്ന് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയണുണ്ടല്ലോ, അത് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു തെറ്റാണെങ്കിൽ ഞാൻ സോറി ചോദിക്കാം. ഓക്കെ, എന്തായാലും ഒടുവിൽ അവർ തന്നെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ് അത് സുഹൃത്തിൻ്റെ ഒരു മോനാണ് എന്നുള്ളൊരു കാര്യം. അവനുണ്ടെങ്കിൽ ഒരു ക്യാമറയിൽ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ മാറിയത് എന്നുള്ളൊരു കാര്യം. ഇനി കുറേയധികം പേർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടായിരുന്നു. ഈ ഒരു വ്ളോഗറായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി, വിജയ നായർ എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു സ്നേഹത്തോടെ ഉമ്മ വെക്കാൻ പോകുമ്പോഴത്തേന് ആ ഒരു കുട്ടി പിന്നിലോട്ട് മാറുന്ന രീതിയിലുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇവർ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായതിനു ശേഷം ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്ന ഒരു ആ കുട്ടിക്ക് താൻ ചെയ്ത രീതിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ ആ ഒരു കുട്ടി മാറിയത് കണ്ട് ഇങ്ങനെയൊക്കെ ഇന്ത്യക്കാരുടെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.